പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 43 മുതൽ 45 വരെ വാക്യങ്ങൾ. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാമെന്ന് ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ പറയുന്നു. നല്ല ഫലത്തെയും നല്ല വൃക്ഷത്തെയും ചീത്ത ഫലത്തെയും ചീത്ത വൃക്ഷത്തെയും ഒക്കെ നമ്മൾ ആത്മീയമായ രീതിയിൽ മനസ്സിലാക്കുന്ന ദിവസങ്ങളാണിത്. തീർച്ചയായും നമ്മൾ ഈ കാലങ്ങളിൽ ഓർമ്മിക്കുന്ന നല്ല വൃക്ഷങ്ങളാണ് മറിയം, യൗസേപ്പ് പിതാവ്, സക്കറിയ, എലിസബത്ത്, ആട്ടിടയന്മാര്. അങ്ങനെ ഈശോയുടെ ജനനവുമായി ഈശോയുടെ തിരുപ്പിറവിയുമായി സഹകരിക്കുകയും രക്ഷാപദ്ധതിയിൽ ദൈവത്തിന്റെ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തവരൊക്കെ നല്ല വൃക്ഷങ്ങളാണ്. അവരിൽ നിന്ന് നല്ല ഫലങ്ങൾ വരുന്നതിനെ കുറിച്ച് കാണുന്നു. നല്ല ഫലം ഈശോ, നല്ല ഫലം സ്നാപക യോഹന്നാൻ, നല്ല മനസ്സുള്ള ആട്ടിടയന്മാർ, അവരൊക്കെ നല്ല ഫലങ്ങളെയും കാണിച്ചു തരുന്നു. ചീത്തവൃക്ഷങ്ങളും ഈ നാളുകളിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ഹെറോദേസ് അത്തരത്തിലൊരു ചീത്തവൃക്ഷമാണ്. തനിക്ക് എതിരാളി എന്ന രീതിയിൽ, പകരക്കാരൻ ഒരാൾ, ഭീഷണിയായ ഒരാൾ വന്നിരിക്കുന്നു എന്ന രീതിയിൽ ഈശോയെ നശിപ്പിക്കാൻ ചിന്തിക്കുന്ന ചീത്ത ഫലം അത് അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്നു. പകയും വെറുപ്പും അസൂയയും അത് മറ്റുള്ള കുഞ്ഞുങ്ങളെ കൂടെ കൊല്ലുന്നതിലേക്കൊക്കെ പോകുന്നു. സത്രം സൂക്ഷിപ്പുകാരന്റെയും അത്ര നല്ലതല്ലാത്ത മനസ്സ്, അല്പം ചീത്തയായ ഒരു വൃക്ഷം, അവന് ദൈവത്തിനു വേണ്ടി ഒരു സ്ഥലം കൊടുക്കാനായിട്ട് സാധിച്ചില്ല. അവന്റെ മനസ്സിലും തിരക്കിന്റെ, പണം ഒരുപക്ഷെ മറ്റുള്ളവരിൽ നിന്ന് ഉണ്ടാക്കുന്നതിന്റെ ഒക്കെ ചിന്ത വന്നപ്പോൾ പാവപ്പെട്ട ഒരാൾക്ക് ഒരെണ്ണം കൊടുക്കുന്നതിൽ, ഒരു മുറി കൊടുക്കുന്നതിൽ സന്നദ്ധത തോന്നിയില്ല. അതുകൊണ്ട് തന്നെ അവന് ദൈവത്തെ കാണാനുള്ള അവസരം നഷ്ടപ്പെട്ടു. ഒരുപക്ഷെ ഒരു ചീത്തവൃക്ഷം എന്ന രീതിയിൽ ആ മനസ്സിനെ കാണാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ഹൃദയവും ചിന്തകളുമൊക്കെയാണ് ഈ നാളുകളിൽ നമ്മളെന്ന വൃക്ഷമായി നമ്മൾ തിരിച്ചറിയുന്നത്. നമ്മളിൽ നിന്ന് വരുന്ന ഫലങ്ങൾ നല്ലതാണോ ചീത്തയാണോ എന്ന് നമ്മുടെ വാക്കുകൾ, നമ്മുടെ സംസാരം, അതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങൾ എന്നിവയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നല്ല ഫലമായ ഈശോ നമ്മുടെയും ഹൃദയത്തിൽ നിന്ന്, വാക്കുകളിൽ നിന്ന്, പ്രവർത്തനങ്ങളിൽ നിന്ന്, ചിന്തകളിൽ നിന്നൊക്കെ ജനിക്കാനിടയാവണം. നമ്മുടെ ഹൃദയത്തിൽ ഏതെങ്കിലും തിന്മയുടെ വൃക്ഷങ്ങളാണ് വേര് പിടിച്ച് ശക്തമായി നിൽക്കുന്നതെങ്കിൽ അതിനെ നല്ല കുമ്പസാരം കൊണ്ട് മാറ്റി അനുദിനമുള്ള വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് തിരുവചനം കേട്ട് മനസ്സിന് മാറ്റം വരുത്തി ഈശോയെ എല്ലാ ദിവസവും ഹൃദയത്തിൽ വിശുദ്ധ കുർബാനയിൽ സ്വീകരിച്ച് നിരന്തരമായ ദൈവസമ്പർക്കത്തിലൂടെ നമ്മുടെ മനസ്സിൽ നിന്ന് ചീത്ത വൃക്ഷങ്ങൾ മാറ്റി നല്ല നന്മയുടെ വൃക്ഷങ്ങൾ നടാനും അതിൽ നിന്ന് നന്മയുടെ, സ്നേഹത്തിന്റെ, കരുണയുടെ, ക്ഷമയുടെ, പരിഗണനയുടെ ഒക്കെ നല്ല ഫലങ്ങൾ നമ്മുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഉണ്ടാകാൻ നമുക്ക് സാധിക്കണം. അതിന് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ 25 നോമ്പ്, നമ്മുടെ ഉപവാസം, പ്രാർത്ഥന, ഈ കാര്യങ്ങളെല്ലാം. നമുക്കങ്ങനെ നമ്മളൊരു ചീത്ത വൃക്ഷമല്ല, നല്ല വൃക്ഷമാണ്. നമ്മളിൽ നിന്ന് വരുന്നതും ഈശോ എന്ന നല്ല ഫലത്തിന് ചേരുന്ന നമ്മളിൽ നിന്ന് വരുന്നതും നല്ല ഫലങ്ങളാണ് എന്ന് നമുക്ക് മറ്റുള്ളവരെയും ബോധ്യപ്പെടുത്തുവാനുമുള്ള ഒരു അവസരമാണ് ദൈവം തരുന്നത്. ഈ ഒരു നോമ്പ് കാലം ആ രീതിയിൽ ഏറ്റവും നന്നായി ചെലവഴിക്കാൻ നമുക്ക് സാധിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഏദെൻ തോട്ടത്തിന്റെ നടുവിൽ നിന്ന് ഫലങ്ങൾ കായ്ക്കുന്ന ആ വൃക്ഷം, അത് ഞങ്ങളിൽ നിന്ന് ഒരു ഫലം മറ്റൊരാൾ പറിക്കുമ്പോൾ അത് അയാൾക്ക് ചീത്തയും ഉപദ്രവവുമായി മാറാതെ ഞങ്ങൾ നല്ല ഫലങ്ങൾ കൊടുക്കുന്ന, നന്മയുടെ ഫലങ്ങൾ കൊടുക്കുന്ന നല്ല വൃക്ഷമായി മാറാൻ, കുരിശെന്ന വൃക്ഷമായി മാറാൻ, ആ വൃക്ഷത്തിന്റെ അടുത്ത് വരുന്നവർക്കൊക്കെ തണലും സ്നേഹവും കരുണയും ക്ഷമയും ഒക്കെ കൊടുക്കുന്ന, നല്ല ഫലങ്ങൾ കൊടുക്കുന്ന നല്ല വൃക്ഷമായി മാറാൻ ഞങ്ങളുടെ മനസ്സിനെ, ജീവിതത്തെ, ചിന്തകളെ ഒരുക്കണമേ. അവയിൽ നിന്ന് വരുന്ന ഞങ്ങളുടെ വാക്കുകളും പ്രവർത്തനങ്ങളും മറ്റുള്ളവർക്ക് നല്ല ഫലങ്ങളായി മാറി അതുവഴി അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.